നമുക്കിന്ന് റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദയും ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒരുപാട് സോഫ്റ്റായിട്ട് കുഴയ്ക്കരുത്. മാവ് ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കും. അതുപോലെ ഹാർഡ് ആവാനും പാടില്ല. കുഴച്ചതിന് ശേഷം കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. മാക്സിമം ഒരു 20 മിനിറ്റ് വെച്ചാൽ മതിയാവും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ലേശം എണ്ണ തടവി വെക്കണം. ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തായി പൂരി പരത്തിയെടുക്കാം. ചെറിയ ഉരുള എടുത്ത് ആദ്യം ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം. ഇനി ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചല്ല പരത്തുന്നത്. ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് ലേശം കയ്യിൽ പുരട്ടി മാവിൽ പുരട്ടി കൊടുത്ത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ചപ്പാത്തിയുടെ അത്രയും കട്ടി കുറച്ച് പരത്തരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂരി ഓയിലിട്ട് കൊടുത്ത് പൊന്തി വരുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുപോലെ കട്ടി കൂടാനും പാടില്ല. കട്ടി കൂടിക്കഴിഞ്ഞാൽ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാകും. ഈ കട്ടിയിൽ പരത്തിയെടുക്കണം. ഇതുപോലെ ഈ കട്ടിയിൽ പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം കൂടുതൽ നേരം വെക്കരുത്. അത് ഡ്രൈ ആയി പോകും. പൂരി ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പൂരി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. അതുപോലെ ഓയിൽ നന്നായി ചൂടായതിന് ശേഷമേ പൂരി ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് പൊന്തി വരില്ല. മാത്രവുമല്ല പൂരി ഓയിൽ കുടിക്കുകയും ചെയ്യും. അതുപോലെ ഓയിൽ കൂടുതൽ ചൂടായി പുകഞ്ഞു വരുമ്പോൾ പൂരി ഇട്ട് കൊടുക്കരുത്. പൂരി പെട്ടെന്ന് കളർ മാറും. ഒരു സൈഡ് കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ പൂരിയുടെ സൈഡൊക്കെ ഒന്ന് ഓയിലിൽ മുക്കാൻ ശ്രദ്ധിക്കണം. പൊന്തി വരുമ്പോൾ പൂരിയുടെ വശങ്ങളിൽ ഓയിൽ തട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് വെന്ത് വരാൻ നമുക്ക് ഒന്ന് സൈഡൊക്കെ ഒന്ന് തിരിച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പൂരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കിച്ചൺ ടവലിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ ഒന്ന് മാറ്റാം. വളരെയധികം സോഫ്റ്റായിട്ടുള്ള പൂരിയാണിത്. അതുപോലെ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. ഇനി പൂരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്